പക്ഷേ അദ്ദേഹം ഒരേ ഒരു തെറ്റ് ചെയ്തു. ആ ജലതരംഗനെ സൈന്യത്തലവനാക്കി. ആ നിമിഷം തൊട്ട് അവന്റെ ദുഷ്ടതകളെ ഏറി. എന്നാൽ ഇതെല്ലാം യമുനാ റാണി അറിയാതെ അവൻ ഒതുക്കുകയായിരുന്നു. ചുറ്റുപേട്ടയിലുള്ള മുഴുവൻ ഗ്രാമങ്ങളിലും കാലാകാലങ്ങളായി 2 പൂജകൾ നടക്കാറുണ്ട്. ഒന്ന് വിത്ത് വിതയ്ക്കുമ്പോഴുള്ള ഉത്രപൂജ, മറ്റൊന്ന് ആരൂഢം നടത്തുമ്പോഴുള്ള പാദപൂജ. ആ നീചനായ ജലേന്ദ്രൻ വന്നതിന് ശേഷം പാദപൂജ നടന്നിട്ടില്ല അങ്ങുന്നേ. നാളെ തന്നെ പാദപൂജ നടന്നേ തീരും. പക്ഷെ നടക്കില്ലല്ലോ. നടക്കും മുത്തശ്ശി. നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് വാഗനെല്ലൂരിൽ പാദപൂജ നടക്കും. അതുവരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഈ പുലിവേന്ദ്രൻ ഭരണത്തിന് വന്നവനല്ല, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വന്നതാ. രാജാവും റാണിയും പുലിവേന്ദ്രന്റെ ആഗമനത്തിനായി കാത്തിരുന്നു. എന്നാൽ അവർക്ക് ഒരു സന്ദേശം മാത്രമാണ് കിട്ടിയത്. ആ സന്ദേശത്തിൽ എല്ലാ സത്യങ്ങളും എഴുതിയിരുന്നു. ഈ ഗ്രാമത്തിൽ പാദപൂജ നടത്തി കാലങ്ങളേറെയായെന്നും ഓരോ തവണയും നമ്മുടെ വേതാളങ്ങൾ തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുന്നുവെന്നും ഇതിനു പിന്നിൽ ആരാണെന്നുള്ള തെളിവുമായി ഞാൻ വരുമെന്നും എഴുതിയ സന്ദേശം കണ്ട് രാജാവും റാണിയും ആശങ്കയിലായി. ജലതരംഗൻ ആകെ ക്ഷുഭിതനായി. ഉടൻ തന്നെ ജലതരംഗൻ കൊടുവരി സിദ്ധനെന്ന ക്രൂരനായ ഒരു സന്യാസിയെ പോയി കണ്ടു. ആ സന്യാസി ഒരു മന്ത്രമോതിരം കൊടുത്ത് യമുനാ റാണിയെ വശീകരിക്കുവാൻ പറഞ്ഞു. നീ തന്ന യമുന റാണിയുടെ മുടിയിൽ മന്ത്രം ചെയ്ത് ശ്മശാനത്തിൽ യാഗം ചെയ്ത് നിനക്ക് വേണ്ടി ഞാൻ ഈ മന്ത്രമോതിരം തയ്യാറാക്കിയിരിക്കുന്നു. ചിലന്തി മോതിരത്തിന്റെ കാലുകൾ അമർത്തിയാൽ അതിൽ നിന്ന് വരുന്നൊരു മായാജല പുക കാറ്റിലലിഞ്ഞ് എത്ര പേരുണ്ടെങ്കിലും യമുനാ റാണിയെ മാത്രം ലക്ഷ്യമാക്കും. വേണ്ട, കൊണ്ടുപോകാനല്ലേ നിങ്ങളോട് പറഞ്ഞത്. ആ മോതിരം ഉടയ്ക്കുകയാണെങ്കിൽ യമുനാ റാണി പേപിടിച്ച പോലെ തുള്ളും. ജലതരംഗൻ യമുനാ റാണിയെ ഉപയോഗിച്ച് രാജാവിനെ തന്നെ തടവിലാക്കി. പിന്നീട് വേതാളക്കോട്ടയുടെ മുഴുവൻ നിയന്ത്രണവും ജലതരംഗന്റെ കൈകളിലായി. അപ്പോ റാണിയെ ഒരു പട്ടം പോലെയാക്കി ജലതരംഗൻ അതിന്റെ നൂല് കയ്യിൽ വെച്ചിരിക്കുകയാണല്ലേ? അതുമാത്രമല്ല, ജലതരംഗന്റെ ദുഷ്ടതയോടൊപ്പം വിധിയും കൈകോർത്തുകൊണ്ട് ഘോര താണ്ഡവമാടുവാൻ തുടങ്ങി. അന്ന് ഗ്രാമത്തിൽ പാദപൂജ സന്തോഷത്തോടെ ആരംഭിച്ചു. പുലിവേന്ദ്രനെ നേരിട്ട് ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ജലതരംഗൻ തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. പുലിവേന്ദ, അയ്യോ, എന്റെ മക്കളെ വിടൂ. എന്തിനാ അവരോട് ഇങ്ങനെ ചെയ്യുന്നേ? ഒന്നും ചെയ്യരുതേ. അയ്യോ, കണ്ടാൽ പുലിയുടെ ലക്ഷണമാണല്ലോ. കാഴ്ചയിൽ മാത്രമല്ലടാ. നിങ്ങളാരും പേടിക്കണ്ട. അവര് നിങ്ങളുടെ കുട്ടികളല്ല, എൻ്റെ കുട്ടികളാണ്. എനിക്ക് രക്ഷിക്കാതിരിക്കാൻ കഴിയില്ല. ഒരടി എടുത്തു വെച്ച കുട്ടികളെല്ലാം മരിച്ചു വീഴും. ജീവിതത്തിൽ കിട്ടുന്ന സൗഭാഗ്യമാണടാ കുഞ്ഞുങ്ങൾ. അവരെ കൊന്നിട്ട് ഏത് നരകമാണ് ഭരിക്കാൻ പോകുന്നത്? രാജഭരണം എന്റെ കൈകളിൽ വരുവാൻ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. ഞങ്ങൾക്ക് ജീവനുള്ളത് വരെ അത് നടക്കില്ല. നിന്നെ കണ്ടതും അവരുടെ ഭയം എങ്ങോ പോയി. നിനക്ക് ഭയം തോന്നുന്നുണ്ടല്ലേ? മോശക്കാരൻ 1000 ആയുധമുണ്ടാകും, നല്ലവൻ ഒരേ ഒരായുധം, ജനങ്ങൾ. അതെ, നിന്റെ ആയുധം വച്ച് തന്നെ നിന്നെ കൊല്ലാൻ പോകുന്നു. ഒരു കുഞ്ഞിന്റെ ദേഹത്തുനിന്ന് ഒരു തുള്ളി രക്തവും കാണും ചീന്തിയാൽ നിന്നെ. അവരുടെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം പോലും ചീന്താതിരിക്കണമെങ്കിൽ ഈ വിഷത്തിൽ ഒരു തുള്ളി പോലും ബാക്കി വയ്ക്കാതെ നീ കുടിക്കണം. എടാ, ഈ കുട്ടികൾ മാത്രമല്ലടാ, ഇവിടെയുള്ള എല്ലാ കുട്ടികളെ കൊന്നാലും ശരി, ഞങ്ങളുടെ രാജാവിനെ കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ സ്നേഹം മതി മുത്തശ്ശി. നിങ്ങളുടെ എല്ലാം ജീവന് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു.
നേരിട്ട് വന്ന് നീ ആക്രമിക്കാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചതാണ്. ഇപ്പൊ നിന്റെ ധീരത കാണിക്കാൻ പോകുന്നു, അതോ വിഷം കുടിക്കാൻ പോകുന്നു? വിഷം കഴിച്ചാൽ നീ വെറുതെ വിടുവോ? അസത്യമായും നീ ചെയ്ത സത്യം ഞാൻ വിശ്വസിക്കുകയാണ്. അയ്യോ വേണ്ട വേണ്ട, അവിടുന്ന് ഈ നാടിന്റെ അധികാരിയാണ്. അങ്ങേക്ക് വേണ്ടി ജീവൻ, അവിടുന്ന് ജീവനോട് ഇരിക്കണം. അങ്ങുന്നേ വേണ്ട, അങ്ങുന്നേ വേണ്ട വേണ്ട ആ അവസാന നിമിഷം വരെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടത് ഒരു തലവന്റെ കടമയാണ്. എന്റെ ആജ്ഞയ്ക്ക് കീഴ്പ്പെടേണ്ടത് നിങ്ങളുടെ കടമയാണ്. ജനങ്ങൾക്ക് വേണ്ടി ചാകാൻ പോലും ഞാൻ സന്തോഷത്തോടെ ഈ വിഷം കുടിക്കുമെന്ന്. നിങ്ങൾ തന്നെ ഓരോരുത്തരും ധീരതയോടെ ഈ മണ്ണിനെ സ്നേഹിച്ചാൽ രാജാവ് പോലും ആവശ്യമില്ല. ഈ മണ്ണെനിക്ക് സ്വന്തമാകാൻ പോകുന്നു. നീ ഈ മണ്ണിന് സ്വന്തമാകാൻ പോകുന്നു. ജലതരംഗ, ഞാൻ വിത്താണ്. എന്നെ കുഴിച്ചു മൂടുന്ന സ്ഥലത്ത് ഇനിയൊരുത്തൻ ജന്മമെടുക്കൂടാ. ഒരു സന്ദേശമുണ്ട്. പുലിവേന്തന് ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. നീ പറഞ്ഞതുപോലെ തന്നെ ജനിച്ചല്ലോ. എന്റെ കുഞ്ഞ്, അയ്യോ എന്റെ കുഞ്ഞ്. ഈ കുഞ്ഞിനെ കൊന്നു കളഞ്ഞേക്ക്. ഈ ജനങ്ങളെയും കൊന്ന് ഈ ഗ്രാമം മുഴുവൻ നശിപ്പിക്കണം. കൊടുവരി സിദ്ധന്റെ ശാപത്താൽ പക്ഷികളായി മാറിയ മനുഷ്യർ ആ മലയടിവാരത്തിലാണ് ജീവിച്ചിരുന്നത്. അവരാണ് നിന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ച് ഒരു പക്ഷിക്കൂട്ടിൽ കിടത്തി തുണയ്ക്കൊരു മുട്ടയും വെച്ച് പുഴയിലൂടെ ഒഴുക്കിവിട്ടത്. അപ്പോ ശാപം കിട്ടിയ മനുഷ്യന്മാരിൽ ശൂരനും ഒരാളാണല്ലേ? അതെ, അതാണ് സംസാരിക്കുന്നത്. നിന്റെ അച്ഛനെയും അമ്മയെയും കരിമ്പുലി കൊന്നുവെന്ന് ജലതരംഗൻ കള്ളം പറഞ്ഞു. യമുനാ റാണിയുടെ വിവാഹം കഴിഞ്ഞു. ഒരു പെൺകുഞ്ഞ് ജനിച്ചയുടനെ റാണിയുടെ ഭർത്താവിനെയും ജലതരംഗൻ കൊന്നിട്ട് പതിവ് പോലെ കരിമ്പുലി പിടിച്ചുവെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു. ഒരു കാര്യങ്ങളും റാണി അറിഞ്ഞിരുന്നില്ല. എല്ലാം വിശ്വസിച്ചു. രാജപത്നിയായിരുന്ന യമുനാ റാണി സ്വയം കിരീടം ചൂടി സിംഹാസനത്തിലിരുന്നു. എന്നാൽ അന്നു മുതൽ ജലതരംഗനായിരുന്നു എല്ലാത്തിന്റെയും സൂത്രധാരൻ. കൊടുവരി സിദ്ധൻ ജലതരംഗന്റെ ആജ്ഞയനുസരിച്ച് മരണമില്ലാത്ത മൃത്യുഞ്ജയ പൂജ തുടങ്ങി. രാജവംശത്തിലുള്ള സ്ത്രീയാണ് ഇത് ചെയ്യേണ്ടത്. നിഷ്കളങ്കയായ റാണിയെ ഓരോ സൂര്യഗ്രഹണത്തിന്റെ അന്നും പൗർണമിയിൽ ജനിച്ച ഒരു മനുഷ്യ സ്ത്രീയെ ബലി കൊടുത്ത് ആ പൂജ നടത്തിക്കൊണ്ടിരുന്നു. 18 വർഷം ഈ പൂജ തുടർന്നുകൊണ്ടേയിരുന്നു. റാണിക്ക് മൃത്യുഞ്ജയ വരൻ ലഭിക്കും. അതിനുശേഷം ബ്രഹ്മചാരിയായ ജലതരംഗൻ റാണിയുമായി ബന്ധം പുലർത്തിയാൽ മൃത്യുഞ്ജയ വരം അവനിൽ വന്നുചേരും. അവസാനം
റാണിയെ വധിക്കാമെന്ന് അവൻ പദ്ധതിയിട്ടു. 17 വർഷം ഒരു തടസ്സവുമില്ലാതെ ബലിപൂജ വിജയകരമായി പൂർത്തിയാക്കി. ഇത് 18ാം വർഷം. നാളെയാണ് സൂര്യഗ്രഹണം, അവസാനത്തെ പൂജ. മറുധീര, ആ പൂജ എങ്ങനെയെങ്കിലും നീ തടഞ്ഞേ പറ്റൂ. ആ പൂജ നടന്നു കഴിഞ്ഞാൽ മനുഷ്യകുലം അവന്റെ കയ്യിൽ ഞെരിഞ്ഞമർന്ന് മണ്ണോട് മണ്ണായിത്തീരും. അതിന് ഭംഗം വരുത്താൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. എവിടെ ചേട്ടാ? മറുതീരനെ കാണുന്നില്ലല്ലോ. എന്നോട് അവൻ ഒന്നും പറഞ്ഞില്ലടാ. തോളെ കൈട്ട് സംസാരിക്കാൻ നീ വളർന്നോടാ. കുടുങ്ങിയോടാ? പിന്നല്ലാതെ. ഞാനാണ് പേളവ് കുരുവി. ചേട്ടാ, ഞങ്ങള് നാടകക്കാരാ. വേഷം ഇടാൻ പറഞ്ഞവരോടല്ലേ നിങ്ങൾ ചോദിക്കണ്ടേ? അതല്ലേ ന്യായം. ഞങ്ങളെ കണ്ടാൽ കൈയെടുത്ത് കുമ്പിടുന്ന യാചകരായ അടിമകൾ ഞങ്ങളോട് കളിക്കുന്നു. ഞങ്ങളുടെ കൂടെ സ്നേഹിച്ചു നിന്നാൽ വാലാട്ടാനും അറിയാം, വമ്പ് കാണിച്ചാൽ വാള് വീശാനും അറിയാം. ഇതിലെഴുതിയ മുക്കാലും നമുക്കർത്ഥം മനസ്സിലായി. പേര് മാറ്റൂ, ശക്തി ലഭിക്കൂ. അതെ, നീ മറുതീരനല്ലേ? വേതാളായപ്പോ ശക്തി തിരിച്ചു കിട്ടി. നെരിപ്പോട് താണ്ടി മുന്നോട്ട് പോ. ഒന്നും മനസ്സിലാവുന്നില്ല. നെരിപ്പോടിന്റെ അടുത്ത് വേതാള പരീക്ഷണത്തിന് പോകുന്നർത്ഥം. അത് നമ്മൾ ജയിക്കുകയും ചെയ്തില്ലേ? ശരിയാണല്ലോ പറഞ്ഞത്. സൂര്യൻ മറയ്ക്കും ദണ്ടുടയ്ക്കൂ. ഇതിന്റെ അർത്ഥം എന്തുവാ? ആലോചിക്കാം. ആൽഫ ബീറ്റ ഗാമ, നിങ്ങൾ ആദ്യം റാണിയുടെ ബലിപീഠത്തിലേക്ക് പോകണം. ഇപ്പൊ തന്നെ പോവാം. കോടങ്കി സോമ, നിങ്ങൾ തടവറയിലേക്ക് പോകണം. എന്റെ മുത്തച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. സുറ, കോട്ടയെ ചുറ്റിയുള്ള എല്ലാ ഭാഗങ്ങളും നീ വേണം നിരീക്ഷിക്കുവാൻ. അങ്ങനെ തന്നെ ചെയ്തു കൊള്ളാം. നാളെ നേരം വെളുക്കുമ്പോൾ ജനങ്ങളുടെ നല്ലൊരു ജീവിതത്തിന് തുടക്കമാകട്ടെ. ആ മരുതീരൻ നമ്മളെ മറികടന്ന് അയാളെ പോയി കണ്ടു. അവനെ അടിച്ച് ഇല്ലാതാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കാര്യം? നമ്മുടെ സാമ്രാജ്യത്തെയും റാണിയെയും അടിയോടെ പിഴുതെടുക്കാനായി കാങ്കിണി ദേശത്ത് നിന്ന് വന്ന കൊലയാളിയാണ് ആ മറുധീരൻ. മറുതീര, എന്നെ കൊല്ലാൻ നോക്കുന്നല്ലേ? റാണി പൂജ തുടങ്ങിക്കോളൂ. ആ മറുധീരനെ ഞാൻ തീർത്തുകൊള്ളാം.
മരണത്തെ തേടി വന്നിരിക്കുകയാണ് മറുതീര. മരണത്തെ കണ്ട് പേടിച്ച എല്ലാവരും ഓടും. ഒരു ധീരനെ കണ്ടാൽ മരണം പേടിച്ചോടും. ചേട്ടാ, ആ ഒറ്റ കൊണ്ടൻ അകത്തല്ലേ ഉള്ളത്? ഒന്നാമത് വയറ്റിനകത്ത് ശിങ്കാരി മേളം അടിക്കുക, അതിനിടയ്ക്ക് നീ ഓടക്കുഴൽ കൊടുക്കുന്നല്ലേ? അധികം ആനന്ദം കൊള്ളണ്ട മറുതീര. ഞാൻ മാത്രമാണ് ഈ കോട്ടയുടെ സേനാധിപതി. സേനാധിപതി നീ ഈ കോട്ടയ്ക്കു മാത്രമാണ് സേനാധിപതി. നിന്റെ തലയിലെഴുത്ത് മാറ്റി എഴുതാൻ വേണ്ടിയാണടാ ഞാൻ വന്നിരിക്കുന്നത്. പച്ചത്തവളെ, മുൻപോട്ടോ പുറകോട്ടോ? മുമ്പോട്ടാണോ? ശരി, വാടാനിയ. മറുതീര, എന്നെ കൊല്ലരുത്. ഞാൻ പറയുന്നത് കേൾക്ക്. ഈ കോട്ടയുടെ പൊന്നും പടവും സിംഹാസനവും എല്ലാം നീ എടുത്തോളൂ. എന്നെ വിട്ടേക്ക്, വിട്ടേക്ക്. വേണ്ട മറുതീര, എന്നെ ഒന്നും ചെയ്യരുത്. പറയുന്നത് കേൾക്ക്. ആലോചിച്ച് നോക്ക് മറുതീര, ആലോചിച്ച്. ഇത് ധീരന്മാർ വിളയുന്ന മണ്ണാണ്. ഇവിടെ ദ്രോഹം മുളക്കില്ലടാ. മറുതീര, ഈ മോതിരം ഞാൻ ഉടച്ചു കഴിഞ്ഞ റാണിയുടെ മനോനില തെറ്റി പല മടങ്ങ് വേറെ ഏറിക്കൊണ്ടിരിക്കും.
നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴിയില്ല മറുതീര. മുത്തശ്ശ, എന്തുവാടാ ഇത്? പാഞ്ഞു അടിക്കുമെന്ന് വിചാരിച്ചപ്പോ പായിട്ട് കിടന്ന് ഉറങ്ങുന്നു. എന്റെ ഒറ്റക്കണ്ണിന് ഒരാളുടെ പൂർവ്വകാലത്തെക്കുറിച്ച് അറിയാനുള്ള ശക്തിയുണ്ട്. മഹാരാജന്റെ രുതിരമാണ് നിങ്ങളിൽ. ഞാൻ അദ്ദേഹത്തിന്റെ കാവൽക്കാരനാണ്. അതുകൊണ്ടാണ് എന്നെയും ഇവിടെ അടച്ചിട്ടിരുന്നത്. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം പറഞ്ഞാലും. അങ്ങോട്ട് നോക്കിയേ, ആ കെട്ടിയിട്ടിരിക്കുന്ന പവിഴമല്ലിയാണെന്ന് തോന്നുന്നു. വേഗം രക്ഷിക്കാം. അമ്മേ, അമ്മേ വേണ്ടമ്മേ. ഇദ്ദേഹം അമ്മയുടെ അനുജന്റെ മകനാ, മരുതീരൻ. ജലതരംഗൻ അമ്മയ്ക്ക് മന്ത്രവാദം ചെയ്തതാ. അമ്മ എന്താ ചെയ്യുന്നെന്ന് അമ്മയ്ക്ക് പോലും അറിയില്ല. മരുതീര, എന്റെ മകളെ നിനക്ക് വിഡ്ഢിയാക്കാം, എന്നാൽ എന്നെ നിനക്ക് വിഡ്ഢിയാക്കാൻ പറ്റില്ല. അമ്മേ, ഞാൻ യമുന റാണിയാണ്, കാലന്റെയും റാണിയാണ്. മറുതീരം പറഞ്ഞതുപോലെ ഞാൻ കൈ കാണിക്കുന്നവരെല്ലാം അടിച്ചു ഒതുക്കിക്കോണം. എന്നാ തുടങ്ങിക്കോ. ഉത്തരവ് പോലെ. ഒറ്റക്കണ്ണനെ എല്ലാരും കൂടെ വളഞ്ഞടാ. ഇങ്ങോട്ട് നോക്ക്, എന്റെ കൂട്ടാളികൾ വന്നു. നോക്കടാ, നമ്മുടെ ആൾക്കാരൊക്കെ വന്നടാ. എല്ലാരെയും കൊത്തി കൊന്നേക്ക്. പോ പോ, എല്ലാരെയും കൊന്ന്. ഒന്നിനെയും എല്ലാത്തിനെയും കൊത്തിക്കൊല്ലേ. പോ, വേഗം കൊല്ലാടി കൊല്ലേ, കൊത്തിക്കൊല്ലേ. മര്യാദയ്ക്ക് കേറി വാ. പേടിക്കല്ലേ, ഞങ്ങള് മറുതീരത്തെ ആൾക്കാരാ. ഒന്ന് വേഗം.
വേഗം തിരിക്ക്. വലിക്ക്. വേണ്ട, അതിന് തരൂ. തന്നേക്ക് മർദിര, അല്ലെങ്കിൽ നിന്നെ ഞാൻ കണ്ടതുണ്ടായി വെട്ടി തീർക്കും. സൂര്യൻ മറയ്ക്കും ദണ്ടുടയ്ക്കൂ. സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുമ്പോൾ മാന്ത്രിക ദണ്ടുടയ്ക്കണം. മാന്ത്രിക ദണ്ട് തരൂ. എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ എനിക്ക് രക്ഷിക്കണമെങ്കിൽ ഈ ദണ്ടുടച്ചേ പറ്റൂ. തരൂ.